CMC സഭാംഗമായ സിസ്റ്റർ മേരി സെബാസ്റ്റ്യൻ പാലാ ചേർപ്പുങ്കൽ നസ്രേത്ത് ഭവൻ മഠാംഗമാണ്. 1995 കന്യാസ്ത്രീ പട്ടം സ്വീകരിച്ച സിസ്റ്റർ അധ്യാപികയെയും ജോലി നോക്കിയിരുന്നു. പണദുരുപയോഗം, സ്ഥാപനങ്ങളിൽ നടക്കുന്ന സാമ്പത്തിക ക്രമക്കേടുകൾ എന്നിവയ്ക്കെതിരെ പ്രതികരിച്ചു. ഇതാണ് തനിക്കെതിരെ സഭ തിരിഞ്ഞതിന് കാരണമെന്ന് ഇവർ പറയുന്നു. തന്നെ മാനസിക രോഗിയായി ചിത്രീകരിക്കുവാനും കള്ളക്കേസിൽ കൊടുക്കുവാനും നീക്കം നടന്നതായും സിസ്റ്റർ മേരി സെബാസ്റ്റ്യൻ പറഞ്ഞു. മഠത്തിലെ ശാരീരിക മാനസിക പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ വന്നതുകൊണ്ടും അവിടെ നടക്കുന്ന അനീതികൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടുമാണ് ഈ സന്യാസവസ്ത്രം ഉപേക്ഷിച്ച് പോകാൻ ഞാൻ തീരുമാനിച്ചത്. അപ്പോൾ അതിനെതിരെ ഒത്തിരിയേറെ പ്രതിസന്ധികൾ ഇപ്പോൾ എൻ്റെ സമൂഹാധികാരികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കെതിരെ 2 കള്ളക്കേസുകളാണ് ഇപ്പോൾ അവർ ഓൾറെഡി ഫയൽ ചെയ്തിരിക്കുന്നത്. 2016 ജനുവരിയിൽ ബഹിർവാസത്തിന് സിസ്റ്റർ മേരി സെബാസ്റ്റ്യൻ സഭാ മേലധികാരികൾക്ക് അപേക്ഷ നൽകി. എന്നാൽ അതിന് പ്രതികാരമെന്നവണ്ണം ഇവരെ സ്ഥലം മാറ്റി. തുടർന്ന് നടത്തിയ ചർച്ചകളുടെ ഭാഗമായി വ്രതമോചനത്തിന് അപേക്ഷ നൽകിയാൽ ജീവനാംശം നൽകാമെന്ന ഉറപ്പും സഭ ലംഘിച്ചതായി സിസ്റ്റർ പറയുന്നു. അപ്പോൾ എനിക്ക് നഷ്ടപരിഹാരം നൽകാമെന്ന് ഉറപ്പ് നൽകിയിട്ടാണ് അവർ അപേക്ഷ എന്നോട് നിന്ന് എഴുതി വാങ്ങിച്ചത്. പക്ഷേ അപേക്ഷ എഴുതി വാങ്ങിയതിന് ശേഷം അവർ വാഗ്ദാനത്തിൽ നിന്ന് പിന്നോക്കം പോവുകയും ആണ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ ലീഗൽ നോട്ടീസ് അയച്ചത്. കേരള കത്തോലിക്ക സഭ നവീകരണ പ്രസ്ഥാനം സിസ്റ്റർക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സംസ്ഥാന വനിതാ മനുഷ്യാവകാശ കമ്മീഷണറുകൾക്ക് നൽകിയ പരാതിയിൽ തനിക്ക് നീതി കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് സിസ്റ്റർ മേരി സെബാസ്റ്റ്യൻ. നീതി കിട്ടും വരെ പോരാട്ടം തുടരുവാൻ തന്നെയാണ് സിസ്റ്ററുടെ തീരുമാനം. ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.